നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലമായി പരിസരത്ത് കൂടെ വന്നിട്ട് എന്തായാലും ഐ ആം ബാക്ക്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ടെലഗ്രാം പ്രീമിയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ടെലഗ്രാം പ്രീമിയം എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഇനി ടെലഗ്രാം ഉപയോഗിക്കാനും പണം കൊടുക്കണം എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല, ചില അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടി മാത്രമാണ് പ്രീമിയത്തിൽ പണം അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടെലഗ്രാമിൽ ചിഹ്നം മാറി കിടക്കുന്നുണ്ട്. അത് ടെലഗ്രാം പ്രീമിയത്തിൽ വരുന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് താഴെ വന്നാൽ ടെലഗ്രാം പ്രീമിയം എന്ന് കാണാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പ്രീമിയം എടുത്ത ആളാണെങ്കിൽ താങ്ക് യു ഫോർ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീമിയം എടുക്കാനുള്ള ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഒരു ഡബിൾ ലിമിറ്റ്. നമുക്ക് 1000 ചാനലുകൾ കയറാം, 20 ഫോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ലിമിറ്റുകൾ ഡബിൾ ആക്കും എന്നുള്ളതാണ്. പിന്നെ 4 GB നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊക്കെ അതിൻ്റെ പഴയ ഫയൽസൊക്കെ 4 GB താഴെയുള്ള സിപ്പുകളൊക്കെ ആക്കിയിട്ട് പേഴ്സണൽ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് മുതലായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഫാസ്റ്റ് ഡൗൺലോഡ് സ്പീഡാണ്. ഫാസ്റ്റ് ഡൗൺലോഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എനിക്ക് 8 MB/s ഒക്കെയാണ് മാക്സിമം നമ്മുടെ BSNL ഡൗൺലോഡ് സ്പീഡ് ഉള്ളത്. പക്ഷേ അതിൽ കൂടുതൽ പലപ്പോഴും 10 MB/s 11 വരെ ചിലപ്പോൾ കിട്ടാറുണ്ട്. കൺസിസ്റ്റൻ്റ് നമുക്ക് 5-6 MB/s ഒക്കെ ഡൗൺലോഡ് സ്പീഡ് കിട്ടുന്നുണ്ട്. സാധാരണഗതിയിൽ അതൊരു 1-2 കിട്ടാറ്. ഇനി വോയിസ് ടു ടെക്സ്റ്റ് കൺവേർഷൻ വരുന്നുണ്ട്. അതുപോലെ ആഡ്സ് ഇല്ല എന്നുള്ള മെച്ചമുണ്ട്. പിന്നെ റിയാക്ഷൻസ്, ചില യുണീക്ക് റിയാക്ഷൻസ് കിട്ടും. പിന്നെ പ്രീമിയം സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. പ്രൊഫൈൽ ബാഡ്ജ് ഉണ്ട്. പ്രൊഫൈലിന് അവിടെ നിങ്ങൾ പ്രീമിയം യൂസർ എന്നുള്ള സ്റ്റാർ വന്ന് കിടക്കും. അനിമേറ്റഡ് പ്രൊഫൈൽ പിക്ചർ ഉണ്ട്. അനിമേറ്റഡ് പ്രൊഫൈൽ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അത് ചാറ്റിനകത്ത് കാണണമെങ്കിൽ പ്രീമിയം വേണം. പ്രീമിയം ആപ്പ് ഐക്കൺ, ഇപ്പോൾ നേരത്തെ കണ്ട പോലെ ആപ്പ് ഐക്കൺസ് നമുക്ക് മാറ്റാൻ പറ്റും. ആപ്പ് ഐക്കൺ മാറ്റണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ചാറ്റ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിന്ന് ഇഷ്ടമുള്ള ഐക്കൺ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഐക്കൺ മാറിയതായിട്ട് കാണാം. ഇത് നമുക്ക് പ്രൊഫൈൽ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഒരാൾ ചാറ്റ് എടുത്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്തും പ്ലേ ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കേരളഗ്രാം ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രീമിയം എടുത്തവർ കുറേ ഉണ്ടാവും. ഡിയോൻ്റെ DP ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ അത് അവൻ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗ്രൂപ്പിനകത്തും പ്ലേ ആക്കിയിട്ടതാണ് അനിമേറ്റഡ് പ്രൊഫൈൽ പിക്ചറിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇനി വോയിസ് ടു ടെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. വോയിസ് ടു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. വളരെ വ്യക്തമായി സംസാരിച്ചാൽ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ടെലിഗ്രാമിന് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാനത് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളെ വന്നിട്ടുള്ളൂ. അതുപോലെ സ്പീഡിലൊക്കെ പറഞ്ഞാൽ തെറ്റുകൾ കൂടുതൽ വരുന്നുണ്ട്. ഇത് ഞാൻ വളരെ വ്യക്തവും ശക്തവുമായി പറയാൻ ശ്രമിച്ചുകൊണ്ടാണ്. അങ്ങനെ വ്യക്തമായ സ്ഫുടതയോടൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ടൊക്കെ തന്നെ വരുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പീഡിലൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മര്യാദക്ക് കിട്ടുന്നില്ല. ഇത് ഇംഗ്ലീഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലെ ആക്സെൻറ്റോട് കൂടി പറഞ്ഞാലൊക്കെ ഇംഗ്ലീഷ് അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് തന്നു. അല്ലെങ്കിൽ നമ്മൾ മംഗ്ലീഷ് പോലെ മലയാളത്തിൽ എഴുതി കാണിക്കുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ റിയാക്ഷനാണ്. അപ്പോൾ ഞാൻ റിയാക്ഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ സാധാരണ നമുക്ക് ഇത്രയും കുറച്ച് റിയാക്ഷൻസാണ് ഉള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രാവ് വറക്കുന്നതും കോമാളിയുടെയും അതുപോലെ ഡോൾഫിൻ ചിരിക്കുന്നതും 100%. ഈ ചെരിഞ്ഞ് നിൽക്കുന്ന ഹഹയാണ് നമുക്ക് കിട്ടുന്നത്. സാധാരണഗതിയിലുള്ള ഹഹ പ്രീമിയത്തിൽ പോലും ഇല്ല എന്നുള്ളത് വളരെ നിരാശ ഉളവാക്കുന്ന സംഭവം. ഓക്കെ, ഇത്തരത്തിലുള്ള പല റിയാക്ഷൻസും നമുക്ക് പ്രീമിയം ഉണ്ടെങ്കിൽ ഇടാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഡോൾഫിൻ ചിരിക്കുന്നതോ പ്രാവ് വറക്കുന്നതൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അതാണ് നമ്മൾ വൺസ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് ഇടാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പ്രീമിയം ഇല്ലാത്തൊരാൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ റിയാക്ഷൻ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റു ഫീച്ചർ എന്തായിരുന്നു? ആഡ്സ് ഇല്ല എന്നുള്ളത്. യുണീക്ക് റിയാക്ഷൻ, പ്രീമിയം സ്റ്റിക്കേഴ്സ്. ഓക്കെ, പ്രൊഫൈൽ ബാഡ്ജ് നിങ്ങൾ കണ്ടു കാണും. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പ്രൊഫൈൽ ബാഡ്ജ് ഇവിടെ പേരിൻ്റെ അറ്റത്തൊരു സ്റ്റാർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആണ് പ്രൊഫൈൽ ബാഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രീമിയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയത്തക്ക സംവിധാനം എന്ന് പറയുന്നത് ഡൗൺലോഡ് സ്പീഡ് നല്ല മാരകമായി കൂടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ തന്നെ വോയിസ് ടു ടെക്സ്റ്റ് ട്രാൻസ്ക്രൈബും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു രസമുള്ള സംഭവിച്ചത്. ബാക്കി ഈ പ്രൊഫൈൽ പിക്ചർ വീഡിയോ കാണിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ അനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് ഞാൻ കാണിച്ചില്ല. ചില സ്റ്റിക്കേഴ്സുകൾ ഇതിനകത്തുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിക്കാം. അത്തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സ്ക്രീൻ മൊത്തം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റിക്കറുകൾ ഒക്കെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. അതും ഒരു ഫാൻസി ഫീച്ചർ. അങ്ങനെ ഭൂരിഭാഗവും ഫാൻസി ഫീച്ചറുകളാണുള്ളത്. ഡൗൺലോഡ് സ്പീഡ് വളരെ ഉപകാരപ്രദമാണ്. വോയിസ് ടെക്സ്റ്റ് ഉപകാരപ്രദമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വളരെ ഉപകാരപ്രദമായിട്ട് നമുക്കുള്ളൂ. പിന്നെ നമ്മൾ പ്രീമിയം യൂസറാണെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റും. ചില സ്റ്റിക്കറുകളൊക്കെ അയച്ച് രസിക്കാം എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് ബാക്കി നോർമൽ യൂസിനൊക്കെ വളരെ
നോർമൽ ടെലിഗ്രാം തന്നെ മതി. പിന്നെ മറ്റൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്ത് കുറേ പബ്ലിക് യൂസർ നമുക്ക് എടുത്തിരുന്നവർക്ക് ഉപകാരമാണ്. അത്തരം ആളുകൾക്ക് മറ്റൊരു ട്രിക്കും കൂടി ഉണ്ട്. അതായത് നിങ്ങൾക്ക് വൺസ് ഒരു മാസത്തേക്ക് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് മാത്രം എടുത്താൽ മതി. പിന്നെ ആ സമയത്ത് നമുക്ക് 1000 ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് ലെഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാണ്ട് ഇല്ലാതെ അവിടെ തന്നെ അങ്ങനെ കിടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ഇതിനകത്ത് പ്ലേ സ്റ്റോറിൻ്റെ കമ്മീഷനൊക്കെ ആയിട്ട് 660 രൂപ വരുന്നുണ്ടെങ്കിൽ 349 രൂപയാണ് ഡിഫോൾട്ട് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് telegram.org/web ആൻഡ്രോയിഡ് എന്നുള്ള സൈറ്റിൽ നിന്ന് നമുക്ക് ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പ്രീമിയം ബോട്ട് വഴി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ 349 രൂപ മാത്രം കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് ടെലിഗ്രാം പ്രീമിയം ബോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ടെലിഗ്രാം പ്രീമിയത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായി മുന്നിലേക്ക് വരാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ